ഹായ് കൂട്ടുകാരെ, ലക്ഷദ്വീപ് മുത്ത് എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്ന നല്ല അടിപൊളി ഒരു വീഡിയോ ആണ്. നല്ല അടിപൊളി എന്ന് വെച്ചാൽ എല്ലാവരും കണ്ടിരുന്നു പോകും. നല്ല സൂപ്പർ ആയിട്ടുള്ളൊരു വീഡിയോ. അത് ലക്ഷദ്വീപിൽ തന്നെയുള്ളൊരു വീഡിയോ തന്നെയാണ്. നമ്മൾ കൽപ്പനി ദ്വീപിലാണ് ഇപ്പോൾ ഉള്ളത്. കൽപ്പനി ദ്വീപിൽ നമ്മൾ ചെറിയ ദ്വീപിലേക്ക് പോകണം. ചെറിയ ദ്വീപ് എന്ന് പറഞ്ഞാൽ ജനവാസം ഇല്ലാത്തൊരു ദ്വീപാണ്. അത് നമ്മൾ കുറച്ച് മീനൊക്കെ പിടിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മണ്ണിര എടുക്കാനുള്ളൊരു തയ്യാറെടുപ്പിലാണ്. ആ മണ്ണിര കണ്ടോ, ഇതാണ് മണ്ണിര. കടൽ മണ്ണിര എന്ന് പറയും. കടലിൻ്റെ ഉള്ളിലാണ് ഇതുള്ളത്. മണലിൻ്റെ അടിയിൽ ഉള്ള മണ്ണിരയാണിത്. അപ്പം ഇത് നമ്മുടെ നാട്ടിലൊന്നും ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ ആരെങ്കിലും കണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അടിപൊളിയാണിത്. എന്താ വെച്ചാൽ മീൻ ഒരുപാട് മീൻ കിട്ടണമെങ്കിൽ ഇതുപോലുള്ള മണ്ണിരയൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല രീതിക്കുള്ള മീൻ കിട്ടും. ഇവിടെ ലഗോൺ ഫിഷ് എന്ന് പറഞ്ഞ് മെട്ടി ചെമ്മല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനുകളുണ്ട്. ആ മീനുകൾ കിട്ടാൻ വേണ്ടിയിട്ട് ഏറ്റവും ഉചിതം ഇത് തന്നെയാണ്. ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള ഒരു പരിപാടിയാണ്. ആ ചൂണ്ടയിട്ട് മീൻ പിടിക്കാനുള്ള പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ചെറിയ ദ്വീപിലേക്ക് പോകുമ്പോൾ അവിടെ നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുക വേണം. അപ്പോൾ രാവിലെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം വരുന്നത് വൈകുന്നേരമായിരിക്കും. അതുവരെ അവിടെ മീൻ കിട്ടണം. പിന്നെ നമ്മൾ കുറേ പേര് പോകുന്നുണ്ട്. അപ്പോൾ ഒരു ഫാമിലി ബേസാണ് പോകുന്നത്. ഇവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. എങ്കിൽ തന്നെ 1 മണിക്കൂറത്തെ ബോട്ട് യാത്രയുണ്ട്. എന്നാലാണ് നമ്മളവിടെ എത്താൻ പറ്റുക. ഇതിനെയും നമ്മൾ കുറച്ച് മണ്ണിനെയും കൂടെ എടുത്തിട്ട് നമ്മളെടുത്ത് നേരെ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ചെറിയ ദ്വീപിലേക്ക്. ചെറിയ ദ്വീപ് എന്ന് പറഞ്ഞാൽ ചെറിയ ദ്വീപൊന്നുമല്ല. നമ്മുടെ ലക്ഷദ്വീപിലെ 36 ദ്വീപുകളിലെ ഒരു ജനവാസമില്ലാത്ത ഒരു ദ്വീപാണ് ചെറിയ ദ്വീപ്. അത് കാണാൻ ഒരുപാട് മനോഹരമുള്ള സ്ഥലം തന്നെയാണ്. നമുക്ക് യാത്ര ഒന്ന് കണ്ടു നോക്കാം. എന്ത് രസമാണല്ലേ ഈ യാത്ര. നല്ല അടിപൊളിയായിട്ടില്ലേ? എങ്ങനെ പറയേണ്ടതെന്നൊന്നും അറിയില്ല. ഇതൊക്കെ നോക്ക്, എന്ത് മനോഹരമാണ്. ഇതിപ്പോൾ സൂര്യൻ ഉദിക്കുന്ന സമയമായതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ കിട്ടുന്നത്. നല്ല മനോഹരമായ രീതിയിലുള്ള ദൃശ്യവിരുന്നുകളാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഈ ദ്വീപ് യാത്ര എന്ന് വെച്ചാൽ നല്ല യാത്ര തന്നെയാണ്. ആർക്കും ഒരിക്കലും ഒരു ബോറാവില്ല ഈ യാത്രകളൊന്നും. ലക്ഷദ്വീപിൽ എന്ന് വെച്ചാൽ ചെറിയ ദ്വീപിലേക്ക് ഇവിടുന്ന് ഏകദേശം 1 മണിക്കൂറേ ഉള്ളത്. 1 മണിക്കൂറുണ്ടെങ്കിൽ തന്നെയും ആ 1 മണിക്കൂറും നമുക്ക് ഒരിക്കലും നഷ്ടമാവില്ല. നല്ല അന്തരീക്ഷമാണ്. ഇനി കടലിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇനി ആമകളെ കാണാം, മത്സ്യങ്ങളെ കാണാം. അങ്ങനെയൊക്കെയുള്ള നല്ല കാഴ്ചകളൊക്കെ ഉണ്ട്. പിന്നെ അതിലുപരി നമുക്ക് ഈ യാത്ര തന്നെ വലിയൊരു അനുഭൂതി നൽകുന്നത് പ്രകൃതിയുടെ സുന്ദരം തന്നെയാണ്. നല്ല സൗന്ദര്യം കൊണ്ട് തന്നെയാണ്. ആ കാണുന്നതാണ് ചെറിയ ദ്വീപ്. ദൂരെ നോക്കുമ്പോൾ അങ്ങനെയാണ് ഉണ്ടാവുക. പിന്നെ നമ്മൾ കുറേ കൂടി ഓടി അടുത്തേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. കുറച്ചുകൂടി ദൂരം ഓടിക്കഴിഞ്ഞാൽ മാത്രമേ കുറച്ചുകൂടി നല്ല ഇതായിട്ട് കാണാൻ പറ്റുക. വെള്ളം നോക്ക്, എന്ത് ശുദ്ധമാണെന്ന് നോക്ക്. നല്ല അടിപൊളിയല്ലേ? ഈ വെള്ളം കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് കുടിക്കാനായിട്ട് തോന്നും. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇവിടുന്ന് വേറെ ഫാക്ടറികളുടെ മലിനജലങ്ങളോ വേറെ വെള്ളങ്ങളൊന്നും ഇല്ല. നമ്മളിപ്പം പോകുന്ന വഴിക്ക് നമുക്കൊരു ചെറിയൊരു വിഷയമുണ്ട്. പക്ഷേ നല്ലൊരു വേറെ ദ്വീപിൻ്റെ സൈഡ് കൂടി കാണാനുണ്ട്. ഇവിടുന്ന് പിട്ടി ദ്വീപാണ്. പിട്ടി ദ്വീപ് ഇതിനോട് അടുത്ത് കിടക്കുന്നൊരു ദ്വീപ് തന്നെയാണ്. അതിൻ്റെ സൈഡിൽ കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ചെറിയ ദ്വീപിലൊക്കെ എത്താൻ വേണ്ടി നമുക്ക് കുറച്ച് സമയങ്ങളായി കഴിഞ്ഞാൽ നമുക്ക് എത്തിക്കിട്ടും. ഇടയ്ക്കാണ് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിപ്പോയത്. നമ്മുടെ ഡിങ്കി എന്ന് പറയുന്നത് 2 എണ്ണം അതിലെ ചെറുത്. അതിനിവിടെ ഡിങ്കി എന്ന് പറയുന്നത് ചെറുതോണികൾ പോലത്തെ ഒരു സാധനമാണ്. ഇവിടെ ഈ ബോട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ യാത്ര ചെയ്യാൻ വേണ്ടി ബാക്കിൽ കെട്ടിയിട്ടിട്ട് കൊണ്ടുപോയതാണ്. പക്ഷേ എന്ത് ചെയ്ത് പെട്ടെന്ന് അതൊന്ന് വെള്ളത്തിൽ സൈഡിൽ മുങ്ങിപ്പോയി. കാലിയിട്ട് അതിനകത്ത് ആളില്ലായിരുന്നു. അതിങ്ങനെ വെള്ളത്തിൽ സൈഡിൽ മുങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെള്ളമെല്ലാം കോരി കളഞ്ഞിട്ട് വേണം മുന്നോട്ടുള്ള യാത്ര. എന്തായാലും നമ്മൾ ചെറിയത്തേക്ക് ഇനി വലിയ ദൂരമൊന്നുമില്ല. ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് തൊട്ട് മുമ്പിൽ തന്നെ കാണത്തക്ക ദൂരത്തിലാണ് ഉള്ളത്. അപ്പോൾ നമുക്കൊരു കാര്യം ചെയ്യണം. ബോട്ട് അത്ര അടുത്ത് വരെ പോകാത്തത് കൊണ്ട് നമുക്ക് ഇവിടെ എവിടെയെങ്കിലും ബോട്ട് നിർത്തേണ്ടതായിട്ടുണ്ട്. ഇനി കുറച്ച് വെള്ളക്കുറവുണ്ടായതുകൊണ്ട് അങ്ങോട്ട് ബോട്ട് കരയ്ക്ക് അടുത്ത് വരെ എത്തൂല. അതുകൊണ്ട് തന്നെയാണ് 2 ഡിങ്കിയും കൂടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. നമുക്കിവിടുന്ന് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാനും നമുക്ക് ഇറങ്ങാനും. വെള്ളം പെട്ടെന്ന് കുറേയും കൂടിയൊക്കെ ചെയ്യലുണ്ട്. അപ്പോൾ തീരെ കുറഞ്ഞ് കഴിഞ്ഞാൽ ബോട്ട് അങ്ങ് കരയ്ക്ക് എത്തൂല. അപ്പോൾ കുറച്ച് ഇപ്പുറത്ത് നിർത്തിയിട്ട് വേണം നമുക്ക് പോകാൻ. അതിനിപ്പോൾ ബോട്ട് നമ്മൾ ഏകദേശം കുറച്ചടുത്ത് തന്നെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് കുറച്ച് നമ്മൾ ഇറങ്ങിയിട്ട് ഫാമിലിയെല്ലാം ഇറങ്ങിയിട്ട് നേരെ ഡിങ്കിയിൽ പോകാൻ വേണ്ടിയിട്ടുള്ളൊരു ഉദ്ദേശമാണ്. അധികം ദൂരമൊന്നും ഇല്ലല്ലോ, ഇനി കുറച്ചേ ഉള്ളൂ. കുറച്ച് നമുക്ക് എന്തായാലും യാത്ര ചെയ്തേ മതിയാകത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കൂടി ഒന്നിച്ചൊരു ഡിങ്കിയിൽ പോക്ക് നടക്കില്ല. അതുകൊണ്ട് 2 ട്രിപ്പായിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഡിങ്കി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് നല്ല യാത്ര, നല്ല പ്രശ്നമൊന്നുമുള്ളതെന്നല്ല, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അധികം താഴ്ചയൊന്നുമുള്ള സ്ഥലമല്ല. പക്ഷേ ബോട്ട് അവിടെ വരെ ഓടിയെത്തൂല എന്നേ ഉള്ളൂ. ബോട്ട് നമ്മളിവിടെ നിർത്തിയിട്ട് വേണം കുറച്ച് മുമ്പോട്ട് ചെറിയ തോണിയിൽ അങ്ങോട്ട് പോകാനുള്ളത്. ഇനി അവിടെ പോയി കഴിഞ്ഞിട്ട് വേണം നന്നായിട്ട് മീൻ പിടിക്കാൻ പോകാനും. പിന്നെ അതോടൊപ്പം തന്നെ ചെറിയത്തിൻ്റെ ഭംഗി
ആസ്വദിക്കാനും പുറം കാഴ്ചകളൊക്കെ വളരെ മനോഹരം തന്നെയാണ്. എങ്കിലും എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരികയും വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരിതാണ്. ഇപ്പോൾ ഇതിലിങ്ങനെ നമുക്കിവിടെ ഏറ്റവും കൂടുതലായിട്ട് കാണാൻ പറ്റുന്ന നല്ല നല്ല രീതിക്കുള്ള മത്സ്യങ്ങൾ കാണാം. കടലിനുള്ളിൽ എന്തുണ്ടെങ്കിലും നമുക്കിത് കാണാൻ പറ്റും. അതൊരു വലിയൊരു അനുഗ്രഹം തന്നെയാണ്. മണ്ണിൻ്റെ അടിയിൽ ഉള്ള കാര്യം വരെ നമുക്ക് മേലിൽ നിന്ന് കാണാൻ പറ്റും, നല്ലതായിട്ട് കാണാൻ പറ്റും. ഇവിടെ സാധാരണയായിട്ട് ഇത് കാണുന്നില്ലേ, ഇവിടെ രാമ കാണുന്നുണ്ട്. അത് എത്രത്തോളം വ്യക്തമാണെന്ന് അറിയില്ല, പക്ഷേ കടലാമ ആണ് അവിടെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ ഇതിനൊന്നും നമുക്ക് എടുക്കാനോ പിന്നെ ഫോട്ടോഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിച്ചു വെക്കാനോ അങ്ങനൊന്നും നമുക്ക് പറ്റില്ല. അത് വംശനാശപ്പെടുന്ന ജീവിപ്പെട്ടതാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് തന്നെ പറയേണ്ടതുണ്ട്. കടലിൽ ഒരുപാട് വിഭവസമൃദ്ധങ്ങളായ സാധനങ്ങളുടെ വലിയ സമ്പത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം മുത്ത്, പവിഴം, അതോടൊപ്പം ശംഖ്, പിന്നെ കടൽ വെള്ളരി, ഇതൊന്നും നമുക്ക് എടുത്ത് കൊണ്ടുപോകാനോ കൈവെക്കാനോ ഒന്നും പാടില്ലാത്ത സംഭവങ്ങൾ തന്നെയാണ്. എന്തായാലും നമ്മൾ ചെറിയത്തെത്തിയിട്ടുണ്ട്. ഇനി ബാക്കി നമുക്ക് അടിച്ച് പൊളിച്ച് നമുക്ക് വിഷ്വൽസൊക്കെ എടുത്ത് നമുക്ക് മുന്നോട്ട് പോകാം. ഇനി ഒന്ന് ചൂണ്ടയിടാൻ പോകേണ്ടതുണ്ട്. എങ്ങനെയുണ്ട് ദൃശ്യം വരുന്നത്, എങ്ങനെയുണ്ടെന്ന് നിങ്ങളും കൂടി ഒന്ന് കണ്ടിട്ട് അഭിപ്രായം പറയണം കേട്ടോ. ഇതിലെന്തെങ്കിലും നിങ്ങളിവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. ചരിത്രത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തില്ല. അതോടൊപ്പം തന്നെ നിങ്ങൾ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതോടൊപ്പം കുറച്ച് എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ ചൂണ്ടിക്കാണി. എന്നിട്ട് നമ്മൾ തുടക്ക വീഡിയോകളൊക്കെയാണ്, അപ്പോൾ അതിൻ്റേതായ ഒരു ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാവും. എങ്ങനെയുണ്ട്, അടിപൊളിയല്ലേ ലക്ഷദ്വീപിലെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഒരിക്കലും ആർക്കും ലക്ഷദ്വീപ് വന്നിട്ട് ദൃശ്യവിരുദ്ധന ഒരിക്കലും നഷ്ടം വരാൻ സാധ്യതയില്ല. എന്തായാലും ഇവിടെ വന്ന് കാണാൻ പറ്റിയതിലൊക്കെ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. മനുഷ്യന് ഒരിക്കലെങ്കിലും വരണമെന്ന് ഞാൻ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ച് പറയുന്നൊരു കാര്യമാണ്. ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ മണ്ണൊക്കെ നല്ല പഞ്ചാര പോലത്തെ മണ്ണാണ്. പഞ്ചാര മണ്ണെന്ന് തന്നെ പറയാം. ഒരു വിഷയമില്ലാത്ത രീതി നല്ല വെള്ള മണ്ണാണ്. അഴുക്കോ ചെളിയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ല പഞ്ചാര മണ്ണ്. ഇനിയിപ്പോൾ നമ്മളിവിടെ എത്തി. ഇപ്പോൾ അതിന് മീൻ പോയിട്ടുണ്ടായിരുന്നു. എന്തായാലും മീൻ പോയ സ്ഥിതിക്ക് തിരിച്ചു കൊണ്ടുവരട്ടെ. മീൻ വരുന്നത് നോക്കട്ടെ, എത്ര മീൻ കിട്ടി, ഇനി എന്താണ് സ്ഥിതി, എന്തായാലും കിട്ടിയോ കിട്ടിയില്ലെന്നൊന്നും അറിയണം. അതിൻ്റെ ഒരു ആവശ്യമുണ്ട്. എന്തായാലും ഡിങ്കി തന്നെ പോയിരുന്നത്. നമ്മൾ കൂട്ടുകാരൻ പോയിട്ട് എത്തിയിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്തൊക്കെയുള്ള മീൻ, എത്ര കിട്ടി, എന്താ ഉള്ളതെന്ന് ആദ്യം നോക്കട്ടെ എങ്ങനത്തെയൊക്കെ മീനാണെന്ന്. ഈ മീനൊക്കെ നിങ്ങളുടെ നാട്ടിലുണ്ട്? ഇത് ഇവിടെ കാണുന്ന ഈ മീനുകൾ ഇവിടെ സാധാരണ നമ്മുടെ നാട്ടിലുള്ള ചാള, മത്തി, അയില അങ്ങനത്തെ മീനുകളൊന്നും ഈ ഏരിയയിൽ അധികം കാണാനില്ല കേട്ടോ. ഇതാ എത്തിക്കൊണ്ടിരിക്കുന്നു. മീൻ പോയ ആളെത്തി. നമുക്ക് മീനൊന്ന് നോക്കാം കേട്ടോ, എന്ത് മീനാണ് കിട്ടിയത്, ഇവിടെ എങ്ങനത്തെ മീനാണ്, നമ്മുടെ നാട്ടിലുള്ള മീനുകളും ഇത് ഒരുപോലെയാണോ അതോ അല്ലേ എന്നുള്ള കാര്യം നോക്കാം. നോക്കിയാൽ ഈ മീനൊക്കെ നമ്മുടെ നാട്ടിലുണ്ടോ, ഇങ്ങനത്തെ മീനുകളൊക്കെ ഉണ്ടോ? കണ്ടു നോക്കൂ. ഇത് മിട്ടി, ചെമ്മല്ലി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മീനല്ലേ, കോൺഫിഷ് എന്നറിയപ്പെട്ട മീനുകൾ ഉള്ളതാണ്. അപ്പോൾ ഇതെല്ലാം ഒന്ന് കാണുക. എന്തായാലും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ലക്ഷദ്വീപിലേക്ക് വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ നമ്പറിലൊന്ന് കോൺടാക്റ്റ് ചെയ്യുക. ഇനി വലിയൊരു ഉൾക്കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ എന്തായാലും തിരിച്ച് വേറെ വീഡിയോ ആയിട്ട് വരുന്നതാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.